ഹലോ ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജങ്ക് ഫുഡ് നിർത്താൻ പറ്റില്ലെങ്കിൽ, നിങ്ങൾക്ക് ഷുഗർ കട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഈ വീഡിയോ നിങ്ങൾക്കുള്ളതല്ല. ബട്ട് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് വെയിറ്റ് ലോസ്, നിങ്ങൾക്ക് ബോഡി കംപ്ലീറ്റ് റീസെറ്റ്, ഇതാണ് നിങ്ങളുടെ മോട്ടീവെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. സോ നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന ഒരു ബോഡി പ്രോസസ്സിനെ കുറിച്ചിട്ടാണ്. നാച്ചുറൽ ബോഡി പ്രോസസ്. ഇറ്റ്സ് കോൾഡ് ഓട്ടോഫേജ്. ഓട്ടോഫേജ് എന്ന് പറയുമ്പോൾ ഓട്ടോ മീൻസ് സെൽഫ്, ഫേജ് മീൻസ് ഈറ്റിംഗ്, സെൽഫ് ഈറ്റിംഗ്. സോ ഇതെന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഓട്ടോഫേജ് ഒരു നാച്ചുറൽ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. സോ ഇത് ഫാസ്റ്റിംഗ് വഴിയാണ് നമ്മൾ ഈ ഓട്ടോഫേജ് എന്നുള്ള പ്രോസസ്സ് അറ്റൈൻ ചെയ്യുന്നത്. സോ നോർമലി ഫാസ്റ്റിംഗ് നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സ്റ്റേജ് ആയിട്ടായിരിക്കും നമ്മൾ ഈ ഓട്ടോഫേജ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫാസ്റ്റിംഗ് ചെയ്യേണ്ടി വരിക. സോ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഗ്ലൂക്കോസ് യൂസ് ചെയ്തിട്ടാണ് സെൽസിൽ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ATP ആണ് നമുക്ക് എനർജി ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ബോഡി നമുക്ക് യൂസ് ചെയ്യുന്നത്. സോ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ ബോഡിയിൽ കുറയുമ്പോൾ നോർമലി നമുക്ക് ഒരു കൂടുതൽ എനർജി ആവശ്യമായിട്ട് വരും. സോ ആ എനർജിക്കുള്ള സംഭവം കിട്ടുന്നത് ഗ്ലൈക്കോജൻ വഴിയാണ്. ഈ ഗ്ലൈക്കോജൻ നമുക്ക് കിട്ടുന്നത് ഒന്ന് മസിൽസിൽ നിന്നും ലിവറിൽ നിന്നാണ്. ഇതിലാണ് നമ്മൾ ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ വൺസ് ഗ്ലൂക്കോസിൻ്റെ അളവ് കഴിയുമ്പോൾ ഗ്ലൈക്കോജൻ യൂസ് ചെയ്യും. സോ തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ ഗ്ലൈക്കോജൻ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് പിന്നെ അടുത്ത എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഫാറ്റാണ്. സോ ഫാറ്റ് പ്ലസ് കീറ്റോസിസ് വഴിയാണ് നമുക്ക് എനർജി കിട്ടുന്നത്. അതായത് ഈ ഫാറ്റിനെ കീറ്റോൺ ബോഡിയായി മാറ്റിയിട്ടാണ് നമുക്ക് എനർജി നമ്മുടെ ബോഡി ജനറേറ്റ് ചെയ്യുന്നത്. സോ വൺസ് നിങ്ങൾക്ക് ഇതുവരെ അറ്റൻഡ് ചെയ്താൽ പോലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു എഫക്റ്റീവ് ആയിട്ട് ഒരു വെയിറ്റ് ലോസും ഫാറ്റ് ബേണും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു ബോഡി റീസെറ്റാണ് വേണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര ചെയ്താൽ പോരാ. സോ നിങ്ങളുടെ ഫാസ്റ്റിംഗ് ഒരു 16+ അവേഴ്സെങ്കിലും നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യണം. സോ വൺസ് നിങ്ങളൊരു 16+ അവർ നിങ്ങളുടെ ഫാസ്റ്റിംഗ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടോഫേജ് എന്ന പ്രോസസ്സ് ആക്ടിവേറ്റ് ആവും. വൺസ് ഈ ഓട്ടോഫേജ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവായിട്ടുള്ള ഫാറ്റ് ബേണിങ്ങും ഉണ്ടാവും. വൺസ് ബോഡി കംപ്ലീറ്റ് ഡീറ്റോക്സ് ആണ് സംഭവിക്കാൻ പോകുന്നത്. തേർഡ്, നമ്മുടെ ഡെഡ് ആയിട്ടുള്ളതും വർക്ക് ചെയ്യാത്ത സെൽസും എല്ലാത്തിനെയും റീപ്ലേസ് ചെയ്യും, എനർജി ബൂസ്റ്റ് ചെയ്യും. അതുകൂടാതെ തന്നെ ഇപ്പോഴത്തെ റിസർച്ചിൽ ഇത് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് പോലും ഈ ഓട്ടോഫേജ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ കംപ്ലീറ്റ്ലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് നമ്മൾ ഈ വേർഡ് നമുക്ക് ഭയങ്കര ഫെമിലിയർ അല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇൻഡസ്ട്രീസ് നമ്മളുടെ അടുത്ത് ഇത് റിവീൽ ചെയ്യില്ല. ബിക്കോസ് ഇത് സിമ്പിൾ ഒരു ഫാസ്റ്റിംഗ് വഴി നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇപ്പോൾ അതെങ്ങനെ അറ്റൈൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ അവർ എന്തെങ്കിലും ഒരു സപ്ലിമെൻറ്റോ മെഡിസിനോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ടാണ് നോർമലി പീപ്പിൾ അറ്റൈൻ ചെയ്യുന്നത്. സോ അവർക്ക് ഇതിനെക്കുറിച്ചിട്ട് ഒരു നോളേജ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. സോ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് വെയിറ്റ് ലോസും ഇതെല്ലാം ചെയ്യണം, ഒരു കംപ്ലീറ്റ് ബോഡി റീസെറ്റ് ഉദ്ദേശിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഭയങ്കര എഫക്റ്റീവാണ്, നാച്ചുറൽ പ്രോസസ്സാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ